VBY-ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രോണിക് മെക്കാനിക്സ് സെക്കൻഡ് ഇയറിലെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിൻ്റെ പാർട്ട് 1 ആണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ, സെൽ ആൻഡ് സെൽ സൈറ്റ്, ഹാൻഡ് ഓഫ്, ഫ്രീക്വൻസി റിഫ്യൂസ്, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സെൽ ഫോൺ, ഫീച്ചേഴ്സ് ഓഫ് സെൽ ഫോൺ എന്നീ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊബൈൽ അല്ലെങ്കിൽ സെൽഫോൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ 1874 മാർക്കോണി എന്ന പേരുള്ള ഒരു സയൻറ്റിസ്റ്റ് ആദ്യമായിട്ട് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഓഡിയോ സിഗ്നൽസിനെ ഹൈ ഫ്രീക്വൻസി സിഗ്നലായ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കൂടെ അയച്ചു. അന്ന് മുതലാണ് സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കൂടെ അയക്കുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. 1983 അമേരിക്കയിലെ പോലീസ് റേഡിയോ സ്റ്റേഷനിൽ കമ്മ്യൂണിക്കേഷൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വഴി നടത്തി. എന്നാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നോയ്സ് ഒരു കോമൺ പ്രോബ്ലം ആയതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് പകരം ഫ്രീക്വൻസി മോഡുലേഷൻ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ പിന്നീട് നടത്തിയത്. സെക്കൻഡ് വേൾഡ് വാറിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചതിന് ശേഷമാണ് യൂസേഴ്സിൻ്റെ ഇടയിൽ ട്രമൻഡസ് ആയിട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ആയത്. ഇന്ന് ടെലഫോൺ യൂസേഴ്സിനേക്കാളും വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രമാണ് ഇത്. ഇതിൽ ആക്സസ് പോയിന്റിൽ നിന്നും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വയർലെസ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു പിക്ചറാണ് കാണുന്നത്. എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. It is the wireless form of communication in which voice and data information is emitted, transmitted and received via microwaves. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നൊരു വയർലെസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇതിൽ വോയിസ് ആൻഡ് ഡാറ്റ ഇൻഫർമേഷൻ്റെ എമിഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസീവിംഗ് എല്ലാം മൈക്രോവേവ്സ് വഴിയാണ് നടക്കുന്നത്. ഇറ്റ് അലൗ ഇൻഡിവിജ്വൽസ് ടു കോൺവേഴ്സ് വിത്ത് വൺ അനദർ ആൻഡ് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ഡാറ്റ വൈൽ മൂവിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇത് ഇൻഡിവിജ്വൽസിനെ പരസ്പരം കോൺവെർസേഷൻ നടത്താൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷൻ ആൻഡ് റിസീവിംഗ് സാധ്യമാക്കുന്നു. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് സെല്ലുലാർ ആൻഡ് ഡിജിറ്റൽ കോഡ്ലെസ് ടെലിഫോൺ, പേജർ, ടെലിഫോൺ ആൻസറിംഗ് ഡിവൈസ്, എയർ ടു ഗ്രൗണ്ട് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നിവ. A cell phone is a portable telephone that does not use a wired connection. ഒരു സെൽഫോൺ ഒരു പോർട്ടബിൾ ടെലിഫോണാണ്. അതിന് വയർഡ് കണക്ഷൻ്റെ ആവശ്യം ഇല്ല. ഇറ്റ് കണക്ട് ടു എ വയർലെസ് കാരിയർ നെറ്റ്വർക്ക് യൂസിങ് റേഡിയോ വേവ്. ഇത് റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്ന ഒരു വയർലെസ് കാരിയർ നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ്. ഇറ്റ്സ് ഓപ്പറേഷൻ ഫ്രീക്വൻസി ഈസ് 2 GHz ഓർ ലെസ്. ഇതിൻ്റെ ഓപ്പറേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 GHz അതിൽ കുറവോ ആയിരിക്കും. ഇറ്റ്സ് മോർ എക്സ്പെൻസീവ് കമ്പയർഡ് ടു അതർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇത് മറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഹാസ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ. ഇനി സെൽ സൈറ്റ് എന്താണെന്ന് നോക്കാം. To increase the reach in mobile communication system, the geographical area is divided into small unit. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ റീച്ചിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ജോഗ്രഫിക്കൽ ഏരിയയെ സ്മോൾ യൂണിറ്റ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് സ്മോൾ പാർട്സ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് സെൽ ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ സ്മോൾ പാർട്സിനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ സെൽ എന്ന് വിളിക്കുന്നത്. ഈച്ച് സെൽ ഹാസ് ബേസ് സ്റ്റേഷൻ ഇൻ ഇറ്റ്സ് സെൻറ്റർ വിച്ച് സെൻഡ് റേഡിയോ വേവ്സ് ടു ദ എൻറ്റയർ സെൽ. ഓരോ സെല്ലിനും ഒരു ബേസ് സ്റ്റേഷൻ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരിക്കും. അത് ആ സെല്ലിൻ്റെ എല്ലാ ഏരിയകളിലേക്കും റേഡിയോ വേവ്സിനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഫിസിക്കൽ പൊസിഷൻ ഓഫ് ബേസ് സ്റ്റേഷൻ ഓഫ് എവറി സെൽ ഈസ് കോൾഡ് സെൽ സൈറ്റ്.
ബേസ് സ്റ്റേഷൻ്റെ ഫിസിക്കൽ പൊസിഷനെയാണ് ഓരോ സെല്ലിൻ്റെയും സെൽ സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹാസ് ദ പവർ സോഴ്സ്, ട്രാൻസ്മിറ്റർ, റിസീവർ ആൻഡ് അതർ എക്യുപ്മെൻറ്റ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഈ സെൽ സൈറ്റിൽ ഒരു പവർ സോഴ്സ്, ട്രാൻസ്മിറ്റർ, റിസീവർ, അതുപോലെ തന്നെ മറ്റ് എക്യുപ്മെൻറ്റ്സും ഉണ്ടായിരിക്കും. എ സെൽ സൈറ്റ് ക്യാൻ ഓപ്പറേറ്റ് എ സെൽ വിത്ത് ഡയമീറ്റർ ഓഫ് 1 കിലോമീറ്റർ ടു ഓൾമോസ്റ്റ് 25 കിലോമീറ്റർ. ഒരു സെൽ സൈറ്റിന് 1 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെ ഡയമീറ്ററിലുള്ള ഒരു സെല്ലിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ദ സെൽ സൈറ്റ് ഈസ് ജനറലി പ്ലേസ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സെൽ സോ ദാറ്റ് എവറി ഏരിയ ഓഫ് സെൽ റിസീവ്സ് ദ റേഡിയോ സെൽ. സെൽ സൈറ്റിനെ ഓരോ സെല്ലിൻ്റെയും സെൻട്രലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് ആ സെല്ലിൻ്റെ എല്ലാ ഏരിയയിലേക്കും റേഡിയോ സിഗ്നലിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു സേവ് ദ സിഗ്നൽ ഫ്രം ഡാമേജ് ഡ്യൂ ടു സം പാർട്സ് ഓഫ് സെൽ റിസീവ് സിഗ്നൽ ഫ്രം 2 സെൽ സൈറ്റ്, വി യൂസ് ഹെക്സഗണൽ ഷേപ്പ് സെൽ ആസ് ഷോൺ ഇൻ ഫിഗർ. 2 സെൽ സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൽ സൈറ്റിൽ നിന്നും സിഗ്നലിനെ ഒരു സെല്ലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നലിന് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഡാമേജിൽ നിന്നും സേവ് ചെയ്യാൻ ഓരോ സെല്ലിനും ഹെക്സഗണൽ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിക്ചർ നോക്കുക. ഓരോ സെല്ലിനും ഹെക്സഗണൽ ഷേപ്പാണുള്ളത്. ബ്ലൂ കളറിനകത്ത് കാണുന്നതാണ് ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സെൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഹാൻഡ് ഓഫ്? എന്താണ് ഹാൻഡ് ഓഫ്? വെൻ യൂസർ എൻറ്റേഴ്സ് എ ന്യൂ സെൽ ഫ്രം അനദർ സെൽ, ദ പ്രോസസ് ഓഫ് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫറിങ് ദ സിഗ്നൽ ടു ദ ന്യൂ ബേസ് സ്റ്റേഷൻ ഈസ് കോൾഡ് ഹാൻഡ് ഓഫ്. ഒരു മൊബൈൽ യൂസർ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായി തന്നെ ആ ന്യൂ ബേസ് സ്റ്റേഷനിലേക്ക് ഏതൊരു സെല്ലിലേക്കാണോ എൻ്റർ ചെയ്തത് ആ സെല്ലിലെ ബേസ് സ്റ്റേഷനുമായിട്ട് ഓട്ടോമാറ്റിക്കലായി സിഗ്നൽ ട്രാൻസ്ഫറിങ് നടക്കുന്ന പ്രോസസ്സിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് വിളിക്കുന്നത്. ഹാൻഡ് ഓഫ് പ്രൊസീജിയറിൻ്റെ പിക്ചറാണ്. ഒരു മൊബൈൽ യൂസർ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ സെല്ലിലെ ബേസ് സ്റ്റേഷനുമായിട്ട് ഓട്ടോമാറ്റിക്കലായി തന്നെ സിഗ്നൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് നടക്കുന്ന പ്രോസസ്സാണ്. 2 ടൈപ്പ് ഹാൻഡ് ഓഫ് ഉണ്ട്. ഹാർഡ് ഹാൻഡ് ഓഫ്, സോഫ്റ്റ് ഹാൻഡ് ഓഫ്. ഹാർഡ് ഹാൻഡ് ഓഫ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ബ്രേക്ക് ബിഫോർ മേക്ക് ടൈപ്പ് ഹാൻഡ് ഓഫ്. എന്താണ് ബ്രേക്ക് ബിഫോർ മേക്ക് ടൈപ്പ് ഹാൻഡ് ഓഫ്? ഇറ്റ് പ്രോസസ് ആസ് ദ മൊബൈൽ യൂസർ മൂവ് ഫ്രം വൺ സെൽ ടു അനദർ, ദ മൊബൈൽ ലോസസ് കണക്ഷൻ വിത്ത് ദ ഫസ്റ്റ് സെൽ, ദാറ്റ് ഈസ് ആക്റ്റീവ് സെൽ, ആസ് സൂൺ ഇറ്റ് കണക്റ്റ് ടു ദ സെക്കൻഡ് സെൽ. ഒരു മൊബൈൽ യൂസർ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുമ്പോൾ ഏതൊരു സെല്ലിലേക്കാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത്, നമ്മൾ ഏതൊരു സെല്ലിലാണോ നിൽക്കുന്നത് അതാണ് ആക്റ്റീവ് സെൽ. ആ സെല്ലിൽ നിന്നും ആദ്യം കണക്ഷൻ ലോസ് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റർ ചെയ്യുന്ന, അതായത് ടാർഗറ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന സെല്ലിനെ ടാർഗറ്റ് സെൽ എന്നാണ് വിളിക്കുന്നത്. ആ സെല്ലിലേക്ക് ആ സെല്ലുമായിട്ട് കണക്ഷൻ ആവുന്ന പ്രോസസ്സിനെയാണ് ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, മൊബൈൽ റിമെയിൻസ് കണക്റ്റഡ് ടു ഓൺലി വൺ സെൽ അറ്റ് എ ടൈം ഡ്യൂറിങ് ഹാർഡ് ഹാൻഡ് ഓഫ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഹാർഡ് ഹാൻഡ് ഓഫിൻ്റെ ടൈമിൽ മൊബൈൽ അറ്റ് എ ടൈം ഒരു സെല്ലുമായിട്ട് മാത്രമേ കണക്റ്റ് ആവുന്നുള്ളൂ. ഇനി ഹാർഡ് ഹാൻഡ് ഓഫ് TDMAയിലും FDMAയിലുമാണ് യൂസ് ചെയ്യുന്നത്. TDMA മീൻസ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിങ് സിസ്റ്റം, FDMA ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിങ് സിസ്റ്റം. അടുത്തത് സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മേക്ക് ബിഫോർ ബ്രേക്ക് ടൈപ്പ് ഹാൻഡ് ഓഫ്. ഹാർഡ് ഹാൻഡ് ഓഫിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം, ഇറ്റ് പ്രോസസ് ആസ് ദ മൊബൈൽ യൂണിറ്റ് മൂവ് ഫ്രം വൺ സെൽ ടു അനദർ, ഫസ്റ്റ് ദ മൊബൈൽ യൂണിറ്റ് മേക്ക് കണക്ഷൻ വിത്ത് ദ ടാർഗറ്റ് സെൽ ആൻഡ് ഓൺലി ദെൻ ഇറ്റ് ബ്രേക്ക് കണക്ഷൻ വിത്ത് ആക്റ്റീവ് സെൽ. ഇതിൽ ഒരു മൊബൈൽ യൂസർ ഒരു സെല്ലിൽ നിന്നും മറ്റു സെല്ലിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ടാർഗറ്റ് സെല്ലിലേക്ക്, ഏത് സെല്ലിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആ എൻ്റർ ചെയ്യുന്ന സെല്ലുമായിട്ട് കണക്ഷൻ ആവുന്നു. അതിനുശേഷം മാത്രമാണ് ആക്റ്റീവ് സെല്ലിൽ നിന്നും ബ്രേക്ക് ആവുന്നത്. ഇതിനെയാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഒരു മൊബൈൽ 2 സെല്ലുമായിട്ടും ആക്റ്റീവ് സെല്ലുമായിട്ടും ടാർഗറ്റ് സെല്ലുമായിട്ടും കണക്റ്റഡ് ആണ്.
സോഫ്റ്റ് ഹാൻഡ് ഓഫ് ഈസ് യൂസ്ഡ് ഇൻ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് CDMA. ഇത് ഉപയോഗിക്കുന്നത് CDMA സിസ്റ്റത്തിൽ ആണ്. ഇനി FDMA, TDMA, CDMA എന്താണെന്ന് നോക്കാം. FDMA ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഇതിൽ ഈച്ച് യൂസേഴ്സ് ഓൺ എ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. FDMA സിസ്റ്റത്തിൽ ഓരോ യൂസേഴ്സിനും ഓരോ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. എ ചാനൽ ഈസ് എ ഫ്രീക്വൻസി. ഒരു ചാനലിന് ഒരു ഫ്രീക്വൻസി ആയിരിക്കും. അതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിംഗ് സിസ്റ്റം. ഇനി ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൽ ഈച്ച് യൂസർ ഓൺ എ ഡിഫറെൻറ്റ് വിൻഡോ പീരിയഡ് ഇൻ ടൈം സ്ലോട്ട്. ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിംഗ് സിസ്റ്റത്തിൽ ഓരോ യൂസേഴ്സിനും ഓരോ ടൈം സ്ലോട്ട് ഉണ്ടായിരിക്കും. CDMA കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിംഗ് സിസ്റ്റം. Each user uses a same frequency all the time but mixed with a different distinguished code pattern. ഇതിൽ ഓരോ യൂസേഴ്സിനും സെയിം ഫ്രീക്വൻസി ആയിരിക്കും. എല്ലാ ടൈമിലും സെയിം ഫ്രീക്വൻസി ആയിരിക്കും. എന്നാൽ ഓരോന്നിനും ഡിഫറെൻറ്റ് കോഡ് ആയിരിക്കും. തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകം കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിംഗ് സിസ്റ്റം. ഇനി ഹാൻഡ് ഓഫ്, സോഫ്റ്റ് ഹാൻഡ് ഓഫ്, ഹാർഡ് ഹാൻഡ് ഓഫ്, ഇതിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രമാണ് കാണുന്നത്. ഫസ്റ്റ് പിക്ചറിൽ ബിഫോർ ഹാൻഡ് ഓഫിൽ രണ്ട് ബേസ് സ്റ്റേഷൻ 1, ബേസ് സ്റ്റേഷൻ 2, ദാറ്റ് ഈസ് രണ്ട് ഡിഫറെൻറ്റ് സെല്ലാണ്. അതിൽ ഒരു മൊബൈൽ യൂസർ ഫസ്റ്റ് സെല്ലിൽ നിന്നും സെക്കൻഡ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. രണ്ടാമത്തെ പിക്ചറിൽ ഡ്യൂറിങ് ഹാൻഡ് ഓഫ് പ്രോസസ്സിങ് നടക്കുകയാണ്. ആ മൊബൈൽ യൂസർ ഒരു സെല്ലിൽ നിന്ന് മറ്റു സെല്ലിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതിൽ രണ്ട് സെല്ലുമായിട്ടും കണക്റ്റഡാണ്. ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ എൻ്റർ ചെയ്യുന്ന സെല്ലിൻ്റെ ബേസ് സ്റ്റേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന പ്രോസസ്സ്. ആഫ്റ്റർ ഹാൻഡ് ഓഫ് നടന്നതിന് ശേഷം, അതായത് മൊബൈൽ യൂസർ ഒരു സെല്ലിൽ നിന്ന് മറ്റു സെല്ലിലേക്ക് എൻ്റർ ചെയ്തു. അത് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെല്ലുമായിട്ട് കണക്ഷൻ ലോസ് ആയിട്ട് സെക്കൻഡ് സെല്ലുമായിട്ട് കണക്ഷൻ ആവുന്ന പിക്ചറാണ് കാണുന്നത്. നെക്സ്റ്റ് ഫ്രീക്വൻസി റിഫ്യൂസ്. ദ പ്രിൻസിപ്പിൾ ഓഫ് യൂസിങ് എ ഡെഫിനിറ്റ് സെറ്റ് ഓഫ് ഫ്രീക്വൻസി or the RF spectrum again and again without causing any interference in the communication system is called frequency refuse. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒരു തരത്തിലുള്ള ഇൻ്റർഫറൻസും സംഭവിക്കാതെ ഡെഫിനിറ്റ് സെറ്റ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ RF സ്പെക്ട്രം ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് ഫ്രീക്വൻസി റിഫ്യൂസ് എന്ന് വിളിക്കുന്നത്. എവരി ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ സെൽ. എല്ലാ വലിയ ജോഗ്രഫിക്കൽ ഏരിയസിനെയും ചെറിയ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് സെൽ ഈസ് അലോക്കേറ്റഡ് എ സ്പെസിഫിക് ഫ്രീക്വൻസി. ഓരോ സെല്ലിനെയും പ്രത്യേകം സ്പെസിഫിക് ഫ്രീക്വൻസി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് വേ സിഗ്നൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം മ്യൂച്വൽ ഇൻ്റർഫറൻസ് ബൈ കീപ്പിംഗ് ദ സ്പെസിഫിക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൽ വിത്ത് ദ സെയിം ഫ്രീക്വൻസി. ഈ ഒരു വഴിയിലാണ് സിഗ്നൽസിനെ മ്യൂച്വൽ ഇൻ്റർഫറൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സെയിം സെൽ ഉള്ളതിനെ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഓരോ സെയിം ഫ്രീക്വൻസി ഉള്ളതിനെ പ്രത്യേകം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഓരോ സെല്ലിനും പ്രത്യേകം ഫ്രീക്വൻസിയും അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനിലെ മ്യൂച്വൽ ഇൻ്റർഫറൻസ് ഒഴിവാക്കുന്നത്. ഇതാണ് ഫ്രീക്വൻസി റിഫ്യൂസിൻ്റെ പിക്ചർ. ഇതിൽ ഓരോ സെല്ലിനും ഓരോ പ്രത്യേക നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഫ്രീക്വൻസി ആയിരിക്കും. സെയിം നമ്പേഴ്സ് കാണുന്നത് സെയിം ഫ്രീക്വൻസി ആണ്. ആ സെയിം ഫ്രീക്വൻസി ഉള്ളതിനെ ഡിസ്റ്റൻസിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് മ്യൂച്വൽ ഇൻ്റർഫറൻസിങ് ഒഴിവാക്കുന്നത്. ഇനി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സെൽഫോൺ. ഈ ബ്ലോക്ക് ഡയഗ്രത്തിലെ ഓരോ പോർഷൻസും നോക്കാം. മൈക്രോഫോൺ. It is a transducer or sensor that converts sound into electrical signal in a mobile. ഒരു സെൽഫോണിലെ മൈക്രോഫോൺ
മൈക്രോഫോൺ എന്നത് ഒരു ട്രാൻസ്ഡ്യൂസറോ അല്ലെങ്കിൽ ഒരു സെൻസറോ ആയിരിക്കും. അത് ചെയ്യുന്നത് സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് മൈക്രോഫോണിൻ്റെ ഫംഗ്ഷൻ. സ്പീക്കർ, ഇറ്റ് ഈസ് ഓൾസോ എ ട്രാൻസ്ഡ്യൂസർ ഓർ സെൻസർ ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു സൗണ്ട് ഇൻ മൊബൈൽ. മൈക്രോഫോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് സ്പീക്കർ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് സ്പീക്കർ ചെയ്യുന്നത്. ആംപ്ലിഫയർ ആൻഡ് ഫിൽറ്റർ. ആംപ്ലിഫയർ ആംപ്ലിഫൈ ദ വീക്ക് സിഗ്നൽ ആൻഡ് ഫിൽറ്റർ റിമൂവ്സ് ദ അൺവാണ്ടഡ് സിഗ്നൽ. ആംപ്ലിഫയർ സിഗ്നലിനെ വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഫിൽറ്റർ അൺവാണ്ടഡ് സിഗ്നൽസിനെ റിമൂവ് ചെയ്യുന്നു. കൺവേർട്ടർ. സെൽഫോൺ യൂസസ് ആൻ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. എ ടു ഡി ആൻഡ് ഡി ടു എ കൺവേർട്ടറാണ് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ദ എ ടു ഡി കൺവേർട്ടർ കൺവേർട്ട് സൗണ്ട് സിഗ്നൽ ഒബ്റ്റൈൻഡ് ഇൻ ദ മൈക്രോഫോൺ ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. എ ടു ഡി കൺവേർട്ടർ ചെയ്യുന്നത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ, അതായത് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡി ടു എ കൺവേർട്ടർ കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ഒബ്റ്റൈൻഡ് ആസ് സെൽഫോൺ ഔട്ട്പുട്ട് ഇൻ ടു ദ സൗണ്ട് സിഗ്നൽ. ഡി ടു എ കൺവേർട്ടർ ഇലക്ട്രിക്കൽ സിഗ്നൽ, സെൽഫോണിൽ കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നലാക്കി അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സർ. ദിസ് യൂണിറ്റ് റിസീവ്സ് ആൻഡ് പ്രോസസ്സസ് ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഇൻ ദ ഇൻപുട്ട് ആൻഡ് ദസ് പ്രൊവൈഡ്സ് ഔട്ട്പുട്ട്. മൈക്രോ പ്രോസസ്സർ അതിന് ഇൻപുട്ടിൽ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റാസിനെ പ്രോസസ്സിംഗ് നടത്തി അതിനെ ഔട്ട്പുട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. കീപാഡ്. ടു പ്രൊവൈഡ് ആൽഫ ന്യൂമറിക് ഇൻപുട്ട്. കീപാഡ് ആൽഫ ന്യൂമറിക് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് ആൽഫബറ്റ്സും നമ്പേഴ്സുമുള്ള ഇൻപുട്സിനെ പ്രൊവൈഡ് ചെയ്യുന്നു. എൽ സി ഡി ഡിസ്പ്ലേ. ടു ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് റിസീവ് ഇൻ ദ സെൽഫോൺ. സെൽഫോണിൻ്റെ ഔട്ട്പുട്ടിലുള്ള ഡാറ്റാസിനെ ഡിസ്പ്ലേയിൽ കാണിക്കുകയാണ് എൽ സി ഡി ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫ്ലാഷ് മെമ്മറി. ഇറ്റ് ഈസ് സ്മോൾ ഇൻ സൈസ് ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി മൂവിങ് പാർട്സ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മെമ്മറിയാണ്. ഇതിന് മൂവിങ് പാർട്സ് ഇല്ല. സോ യൂസ്ഡ് ഇൻ സ്മോൾ ഇലക്ട്രോണിക് ഡിവൈസസ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസിൽ ഇതിന് ഉപയോഗിക്കുന്നു. ഇറ്റ്സ് സ്പീഡ് ഈസ് ലെസ് ദാൻ റാം ആൻഡ് മോർ ദാൻ ഹാർഡ് ഡ്രൈവ്. ഇതിൻ്റെ സ്പീഡ് റാം മെമ്മറിയേക്കാളും കുറവും അതേപോലെ തന്നെ ഹാർഡ് ഡ്രൈവിനേക്കാളും കൂടുതലുമാണ്. റാം മെമ്മറി. ഇൻ ദിസ് മെമ്മറി വി ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ഇൻസ്ട്രക്ഷൻസ്. റാം മെമ്മറി നമുക്ക് ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓൾസോ ബി സ്റ്റോർ ചെയ്യാനും സാധിക്കും. റാൻഡം മീൻസ് ദാറ്റ് ഇറ്റ് ടേക്സ് ദ സെയിം എമൗണ്ട് ഓഫ് ടൈം ടു റീഡ് ആൻഡ് റൈറ്റ് എനി ലൊക്കേഷൻ ഇൻ ദിസ് ടൈപ്പ് മെമ്മറി. റാൻഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഡും ചെയ്യാനും റൈറ്റ് ചെയ്യാനും സെയിം ടൈം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ദിസ് ഈസ് എ അൺസ്റ്റേബിൾ മെമ്മറി സിൻസ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ടെമ്പററിലി. ഇതൊരു അൺസ്റ്റേബിൾ മെമ്മറിയാണ്, അതുകൊണ്ട് ഡാറ്റാസിനെ ടെമ്പററിലി ആയിട്ട് മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിനെ വോളറ്റൈൽ മെമ്മറി എന്നും വിളിക്കുന്നു. റോം മെമ്മറി. ഇറ്റ് ഈസ് റീഡ് ഓൺലി മെമ്മറി. റോം മെമ്മറി എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. ഓൾസോ നോൺ ആസ് വോളറ്റൈൽ മെമ്മറി. ഇത് വോളറ്റൈൽ മെമ്മറിയുമാണ്. ഇതിൽ ഡാറ്റാസിനെ പെർമനൻ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. മോഡുലേറ്റർ. To reduce noise and interruptions in the signal is mixed with the carrier signal of high frequency and transmitted using modulator. സിഗ്നൽസിലെ നോയ്സ് ആൻഡ് ഇൻറ്ററപ്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി സിഗ്നലായ കേരിയർ സിഗ്നലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനാണ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഡിറ്റക്ടർ. ഇറ്റ് മൂവ്സ് ദ കേരിയർ സിഗ്നൽ ഫ്രം ദി ഒറിജിനൽ സിഗ്നൽ ഒബ്റ്റൈൻഡ് ഇൻ ദ സെൽഫോൺ. ഇത് സെൽഫോണിൽ ലഭിക്കുന്ന സിഗ്നലിൽ നിന്നും കാരിയറിനെ റിമൂവ് ചെയ്ത് ഒറിജിനൽ സിഗ്നലിനെ നൽകുകയാണ് ഡിറ്റക്ടർ ചെയ്യുന്നത്. ട്രാൻസ് റിസീവർ. ദിസ് ഡിവൈസ് ഈസ് മെയ്ഡ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആൻഡ് ദസ് ഫങ്ഷൻസ് ലൈക്ക് ബോത്ത്. ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും ഫങ്ഷൻ ചെയ്യുന്ന ഡിവൈസാണ് റിസീവർ. ആൻറ്റിന. ദിസ് ഈസ് ആൻ ഏരിയൽ ട്രാൻസ്ഡ്യൂസർ ദാറ്റ് പെർഫോം ദ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ. ആൻറ്റിന എന്നതൊരു ഏരിയൽ ട്രാൻസ്ഡ്യൂസറാണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലിൻ്റെ ട്രാൻസ്മിറ്റിങ്ങും റിസീവിങ്ങും സാധ്യമാക്കുന്നു. അടുത്തത് വർക്കിംഗ് ഓഫ് സെൽഫോൺ. The message to be sent through a cell phone is provided to the microphone as sound signal. This signal is analog signal. ഒരു സെൽഫോൺ വഴി സെൻഡ് ചെയ്യുന്ന മെസ്സേജ് മൈക്രോഫോണിലേക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൗണ്ട് സിഗ്നലായിട്ട് മൈക്രോഫോണിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു.
ദിസ് സിഗ്നൽ ഈസ് അനലോഗ് സിഗ്നൽ. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽ, സൗണ്ട് സിഗ്നൽ അനലോഗ് സിഗ്നലാണ്. ഫ്രം ദിസ് അൺവാണ്ടഡ് സിഗ്നൽ ഈസ് റിമൂവ്ഡ് യൂസിങ് ഫിൽറ്റർ. ഈ സിഗ്നലിൽ നിന്നും ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അൺവാണ്ടഡ് സിഗ്നലിനെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ദ റിമൈനിങ് സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് യൂസിങ് ആംപ്ലിഫയർ. എന്നിട്ട് വരുന്ന റിമൈനിങ് സിഗ്നലിനെ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു. ദിസ് സിഗ്നൽ ഈസ് ദെൻ പ്രോസസ്ഡ് ബൈ സെൽഫോൺ മൈക്രോ പ്രോസസ്സർ ആൻഡ് റിസൾട്ടൻറ്റ് മെസ്സേജ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ LCD. ഈ സിഗ്നലിനെ, ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ സെൽഫോൺ മൈക്രോ പ്രോസസ്സർ പ്രോസസ്സ് ചെയ്യുന്നു. ആൻഡ് റിസൾട്ടൻറ്റ് മെസ്സേജ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ LCD. അതിൻ്റെ റിസൾട്ടൻറ്റ് മെസ്സേജിനെ LCDയിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. പ്രോസസ്സർ മോഡുലേറ്റ് ദിസ് സിഗ്നൽ ആൻഡ് ഇറ്റ് ടു ദ ട്രാൻസ്സീവർ സർക്യൂട്ട്. പ്രോസസ്സർ ഈ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് റിസീവർ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. ദെൻ ട്രാൻസ്മിറ്റർ സർക്യൂട്ട് ഓഫ് ദ ട്രാൻസ്സീവർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻറ്റിന ആൻഡ് സെൻഡ് ദ സിഗ്നൽ ഇൻ ദ സ്പേസ് അറ്റ് എ സ്പെസിഫിക് ഫ്രീക്വൻസി. പ്രോസസ്സർ ഈ സിഗ്നലിനെ റിസീവർ സർക്യൂട്ടിലേക്ക് കൊടുത്തതിന് ശേഷം റിസീവർ സർക്യൂട്ടിലെ ട്രാൻസ്മിറ്റർ അതിലെ ആൻറ്റിനയുടെ സഹായത്തോടു കൂടി സിഗ്നലിനെ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിൽ സ്പേസിലേക്ക് സെൻഡ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദിസ് ഫ്രീക്വൻസി ആൻറ്റിന ഓഫ് ദ റിസപ്റ്റർ സെൽഫോൺ റിസീവ് ദ സിഗ്നൽ. ഈ ഒരു ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് റിസപ്റ്റർ സെക്ഷനിലെ ആൻറ്റിന ഈ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു. ദ റിസീവ്ഡ് സിഗ്നൽ ഈസ് പാസ്ഡ് ത്രൂ ദ ഡിറ്റക്ടർ ടു ഒബ്റ്റെയിൻ ദ ഒറിജിനൽ സിഗ്നൽ. ഇങ്ങനെ റിസീവ് ചെയ്ത സിഗ്നൽ ഒരു ഡിറ്റക്ടർ വഴി പാസ് ചെയ്തിട്ട് ഒറിജിനൽ സിഗ്നലിനെ നൽകുന്നു. The processor process the original signal and convert it into an analog signal using D2A converter. വീണ്ടും മൈക്രോ പ്രോസസ്സർ ഈ ഒറിജിനൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി D2A കൺവേർട്ടർ ഉപയോഗിച്ച് അനലോഗ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. അൺവാണ്ടഡ് പാർട്സ് ഓഫ് ദ സിഗ്നൽ ഈസ് റിമൂവ്ഡ് ആൻഡ് ആംപ്ലിഫൈഡ് യൂസിങ് ഫിൽറ്റർ. വീണ്ടും ഈ സിഗ്നലിലെ അൺവാണ്ടഡ് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. ആൻഡ് ദസ് ഇറ്റ് ക്യാൻ ബി ക്ലിയർലി ഹിയർഡ് ഓൺ ദ സ്പീക്കർ. എന്നിട്ടാണ് ഈ സൗണ്ട് ക്ലിയർ ആയിട്ട് സ്പീക്കറിൽ കേൾക്കുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് സെൽഫോൺ. സെൽഫോൺ ഷോസ് ദ ഇൻകമിംഗ് കോൾ നമ്പർ ഓൺ ദ ഡിസ്പ്ലേ. സെൽഫോൺ ഡിസ്പ്ലേയിൽ ഇൻകമിംഗ് കോൾ നമ്പർ കാണിക്കുന്നു. സെൽഫോൺ റിസീവർ ക്യാൻ ഈവൺ മാനേജ് അനദർ ഇൻകമിംഗ് കോൾ. ഒരു കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു ഇൻകമിംഗ് കോളിനെ മാനേജ് ചെയ്യാൻ സെൽഫോൺ റിസീവറിന് സാധിക്കുന്നു. എമർജൻസി കോൾ ക്യാൻ ബി മെയ്ഡ് യൂസിങ് എ സെൽഫോൺ വിച്ച് ഈസ് വിത്ത് ഓർ വിത്തൗട്ട് സിം കാർഡ്. ഒരു സെൽഫോണിൽ സിം കാർഡ് ഉപയോഗിച്ചിട്ടും ഉപയോഗിക്കാതെ എമർജൻസി കോൾ ചെയ്യാൻ സാധിക്കും. ഓൾ ഇൻകമിംഗ് മെസ്സേജസ് ആർ റെക്കോർഡഡ് ആൻഡ് സേവ്ഡ് ഇൻ ദ സെൽഫോൺ. എല്ലാ ഇൻകമിംഗ് മെസ്സേജസും റെക്കോർഡ് ചെയ്യാനും സേവ് ചെയ്യാനും സെൽഫോണിൽ സാധിക്കും. ദ സേവ്ഡ് ആൻഡ് ഡയൽഡ് നമ്പേഴ്സ് ഇൻ ദ സെൽഫോൺ ക്യാൻ ബി എഡിറ്റഡ്. നമ്മൾ സേവ് ചെയ്ത ഡയൽഡ് നമ്പേഴ്സിനെ സെൽഫോണിൽ വെച്ച് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.